എല്ലാവർക്കും നമസ്കാരം. പാലത്തിന് മുകളിൽ നിന്ന് പഴനി നഗരം മുഴുവനായി കാണാൻ സാധിക്കും. പഴനിമലയുടെ ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും ഹിഡുംബൻ എന്ന അസുരൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഒരിക്കൽ ഒരു അസുരനായിരുന്ന ഹിഡുംബൻ പിന്നീട് മുരുകഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ഷേത്രത്തിന്റെ സംരക്ഷകനും ഭക്തർക്കുള്ള വഴികാട്ടിയുമായി മാറിയതാണ് ഈ കഥയുടെ പ്രത്യേകത. ഹിഡുംബൻ അഗസ്ത്യമുനിയുടെ ശിഷ്യനായിരുന്നു. ഗുരുനാഥന്റെ കൽപ്പനകൾ അനുസരിച്ച് അദ്ദേഹം വലിയ ശക്തിയും വൈരാഗ്യവും നേടിയിരുന്നു. ഒരു ദിവസം അഗസ്ത്യർ ഹിമാലയത്തിൽ നിന്ന് ദിവ്യ ശക്തി നിറഞ്ഞ 2 മലകൾ കൊണ്ടുവരാൻ ഹിഡുംബനോട് പറഞ്ഞു. ഹിഡുംബൻ അവയെ കാവടി രൂപത്തിൽ ചുമന്നു വന്നു. ഈ മലകൾ പിന്നീട് ശിവഗിരിയും ശക്തിഗിരിയുമായി അറിയപ്പെട്ടു. ഹിഡുംബൻ മലകളെ ചുമന്നു വരികയായിരുന്നപ്പോൾ വിശ്രമത്തിനായി അവയെ പഴനിമലയിൽ വെച്ചു. എന്നാൽ അവിടെ തന്നെ മുരുകഭഗവാൻ ധ്യാനത്തിലായിരുന്നു. ഹിഡുംബൻ മലകൾ തൻ്റെ ഉടമസ്ഥതയാണെന്ന് കരുതി മുരുകനെ തടഞ്ഞു. എന്നാൽ മുരുകഭഗവാൻ പറഞ്ഞു, ഈ മലകൾ ഭക്തർക്കും ലോകത്തിനുമുള്ളതാണ്. നീ തടസ്സം സൃഷ്ടിക്കരുത്. ഇതുമൂലം ഇരുവരും ഏറ്റുമുട്ടി. യുദ്ധം നടന്നു. ദണ്ഡായുധപാണിയുടെ ദൈവിക ശക്തിക്ക് മുന്നിൽ ഹിഡുംബൻ കൊല്ലപ്പെട്ടു. എന്നാൽ അഗസ്ത്യ മഹർഷിയുടെ അപേക്ഷ പ്രകാരം മുരുകഭഗവാൻ ഹിഡുംബനെ വീണ്ടും ജീവിപ്പിച്ചു. പുതിയ ജീവിതം ലഭിച്ചതോടെ ഹിഡുംബൻ മുരുകന്റെ സത്യഭക്തനായി മാറി. ഹിഡുംബൻ സ്വാമിയോട് അപേക്ഷിച്ചു, പ്രഭു, ഞാനെന്നും അങ്ങയുടെ അടുത്ത ഭക്തർക്കൊപ്പം ഉണ്ടാകട്ടെ. ഭഗവാൻ മുരുകൻ അനുഗ്രഹിച്ചു. ഇനി മുതൽ കാവടി വഹിക്കുന്ന എല്ലാ ഭക്തർക്കും ആദ്യം നീ അനുഗ്രഹം നൽകണം. ഇന്നും പഴനി ക്ഷേത്രത്തിലെ കാവടി സമ്പ്രദായം ഹിഡുംബനെ സ്മരിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നോക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.